വെളിച്ചത്തെ പ്രകാശിപ്പിക്കാനും കഴിയത്തില്ല, വെളിച്ചത്തെ ഇരുളാക്കാനും കഴിയത്തില്ല. അതതിന്റെ സ്വഭാവമാണ്. ശ്രോതാവിനെ സംബന്ധിച്ച് ഇവിടെയും സ്വസ്വരൂപത്തെക്കുറിച്ചുള്ള വ്യക്തതയാണ് വരുന്നു, സ്വസ്വരൂപത്തെക്കുറിച്ചുള്ള ബോധമാണ് വരുന്നു. ഈ എല്ലാ ഉപദേശങ്ങളും ശ്രോതാവിൽ ബോധത്തെ ജനിപ്പിക്കാൻ വേണ്ടിയാണ്. അല്ലെങ്കിൽ ആത്മബോധം എന്നൊക്കെ പറയുന്നത് എന്തോ മൊത്തത്തിലൊരു ആശയക്കുഴപ്പം എന്നുള്ളത് ഇത് ഒന്നും ഉണ്ടാകത്തില്ല. എന്തോ ഒരു പിടികിട്ടാത്ത കാര്യമായി അവസാനിപ്പിക്കേണ്ട ഒരു കാര്യമല്ല ഇത്. ചർച്ച ചെയ്ത് അവസാനം ഗുരു പറയുന്നു, എനിക്കും ഒന്നും പിടികിട്ടിയില്ല, നിനക്ക് പിടികിട്ടിയോ, എനിക്കും അതുപോലെ തന്നെ. ഇതാണ് ബ്രഹ്മം, എനിക്കും പിടികിട്ടിയില്ല, നിനക്കും പിടികിട്ടിയില്ല, ഇനി എനിക്കൊന്നും പറയാനില്ല. ശിഷ്യനും പറയുന്ന എനിക്കിനിയൊന്നും കേൾക്കാനുമില്ല. അങ്ങനെയല്ല ഈ വിഷയത്തെ ശ്രുതി അവതരിപ്പിക്കുന്നത്. ശ്രുതി ഉപദേശിക്കുന്നത് ബോധത്തിന് വേണ്ടിയിട്ടാണ്. അത് ഇത്തരത്തിലുള്ള ഈ അറിവില്ലായ്മ, സംശയവും വിപര്യങ്ങൾ അതിനെ നിരാകരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് കേട്ട് ബോധമില്ലായ്മയിലേക്കല്ല പോകേണ്ടത്, മറിച്ച് അജ്ഞാനമില്ലായ്മയിലേക്കാണ് പോകേണ്ടത്. ഇവിടെ ഒരിടത്തും ആശയക്കുഴപ്പത്തിലുള്ള യാതൊരു വഴിയുമില്ല. ഇവിടെ ബോധത്തെക്കുറിച്ച് തന്നെയാണ് പറയുന്നത്. സ്വസ്വരൂപത്തെക്കുറിച്ചുള്ള ബോധത്തെക്കുറിച്ച്. ഇത് ജാഗ്രതത്തിലുണ്ട്. സുഷുപ്തിയിൽ ഈ കാര്യങ്ങളെല്ലാം അജ്ഞാതം. സുഷുപ്തിയിൽ ജ്ഞാതബ്രഹ്മം അല്ല, ജാഗ്രതത്തിൽ ജ്ഞാതബ്രഹ്മം, സുഷുപ്തിയിൽ അജ്ഞാതബ്രഹ്മം. സുഷുപ്തിയിൽ ജ്ഞാനം, അജ്ഞാതബ്രഹ്മം തന്നെ, പക്ഷെ അത് ജ്ഞാനം. അവിടുത്തെ അജ്ഞാതബ്രഹ്മം എന്ന് പറയുന്നത് എന്താണ്? ആ ജ്ഞാനം. ജാഗ്രതത്തിൽ അവൻ ജ്ഞാനിയായിരിക്കുന്നു. അപ്പോൾ ഇക്കാര്യത്തിൽ യാതൊരു സംശയത്തിനോ അജ്ഞാനത്തിനോ വകയില്ല. തന്റെ ഇടമായിട്ട് ആരുടെ മുമ്പിലും പറയാം, ഞാൻ ബ്രഹ്മജ്ഞാനിയാണ്. എന്താ, നിനക്ക് സംശയമുണ്ടോ? ഉണ്ടെങ്കിൽ നീയും ബ്രഹ്മജ്ഞാനിയായി നോക്ക്. ധൈര്യമായിട്ടും പറയാം. അതൊരിതൊരു അഹന്തയല്ല, ആ തത്വത്തെ ഞാൻ പറയുകയാണ്. അത് അഹന്തയുടെ നിരാസമാണ്. തത്വത്തിന്റെ പ്രകാശരൂപത്തിലാണ് പറയുന്നത്. അല്ല, ബ്രഹ്മജ്ഞാനം എന്ന് പറയുന്ന ഒരു അഹന്തയെക്കുറിച്ചല്ല പറയുന്നത്. കാരണം അത് അതിനെ നിഷേധിക്കാൻ വേണ്ടി പറയുന്നു. അതിനെ നിഷേധിച്ചുകൊണ്ട് പ്രകാശിക്കുന്ന ഒരു ബോധമാണ് സ്വസ്വരൂപത്തെക്കുറിച്ചുള്ള ആ ബോധം. അതിനു വേണ്ടിയിട്ടാണ് ഈ ശ്രവണാദികൾ അനുഷ്ഠിക്കുന്നത്. അല്ലെങ്കിൽ ഇതുകൊണ്ട് എന്താ പ്രയോജനം? ബ്രഹ്മം അറിയാത്തതാണ്. അദ്വൈതം എന്ന് പറയുമ്പോൾ അതെന്തോ ഒരു കഠങ്കതയാണ്. അങ്ങനെ ഒരു കഠങ്കതയെന്ന് ഭാഷ്യകാരൻ പറയുമ്പോൾ നമുക്ക് തോന്നുന്നുണ്ടോ? അതിന്റെ ആവർത്തനത്തിലൂടെ ആ ബോധത്തെ കൂടുതൽ പ്രകാശിപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് ചില ഭാഗങ്ങൾ പറയുന്നത് അയത്നസിദ്ധമാണ്, അനായാസ സാധ്യമാണ് എന്നെല്ലാം പറയുന്നത് കൊണ്ടാണ്. അതിന്റെ മർമ്മത്തെ ഗ്രഹിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം ഇത് സ്വതസിദ്ധമാണ്. ഇല്ലെങ്കിൽ ഇതിങ്ങനെ പറഞ്ഞ് അവസാനം ചെന്നൊരു ആശയക്കുഴപ്പത്തിയെത്തും. ഇതെന്താ പിടികിട്ടാത്ത ഒരു സാധനം, അവിടെ ചെന്ന് എത്തിച്ചേരും. അതല്ല, അദ്വൈത ബോധത്തിന്റെ വഴിയിലല്ല അവിടെ എത്തുന്നത്. അത് വേറെ ഏതോ വഴിയിലേക്ക് വഴിതിരിഞ്ഞു പോയി. ഇവിടെ അജ്ഞേയമായ ഒന്നിനെക്കുറിച്ചല്ല പറയുന്നത്. അജ്ഞേയവാദവും അദ്വൈത ബോധവും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്.
പിടികിട്ടാത്ത ഒരു കാര്യത്തെക്കുറിച്ചല്ല ഇവിടെ പറയുന്നത്, പിടികിട്ടേണ്ടതായ ഒരു കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് ഏവം വേദ വേദാഹം ആവർത്തിച്ച് പറയും. ആരാണോ ഇതിനെ ഇങ്ങനെ അറിയുന്നത്, അറിയാത്ത കാര്യമാണെങ്കിൽ പിന്നെ അറിയുന്നതെന്ന് പറയാൻ പറ്റും. ഇത് അങ്ങനെ സംശയരഹിതമായി ബോധിച്ചില്ലെങ്കിൽ ഇതൊരു കിട്ടാക്കനിയായി എന്നും അവശേഷിക്കും. കാരണം ഈ ശബ്ദങ്ങൾക്ക് പരിമിതിയുണ്ട്. അത് രണ്ട് തരത്തിലും പറയും. ചിലടത്ത് അജ്ഞാത ബ്രഹ്മമെന്ന് പറയും, ചിലടത്ത് ജ്ഞാത ബ്രഹ്മമെന്ന് പറയും. ഈ ഒരൊറ്റ വാക്ക് മതി അജ്ഞാത ബ്രഹ്മം. ഒരുവനെ ആയുഷ്കാലം മുഴുവൻ ഇരുട്ടിൽ അടയ്ക്കാൻ ഇത് മതി. ആ ഒരു ശബ്ദത്തിലൂടെ അവൻ ഒരു വിപരീത ബുദ്ധിയാണ് ഉണ്ടാകുന്നതെങ്കിൽ, അങ്ങനെ ഉണ്ടായവരാണ് പറയുന്നത് എന്താണ് അത് അവിടെ അജ്ഞാനത്തോടുകൂടി ഒന്നായിരുന്നു. അവിടെ അജ്ഞാനത്തോടുകൂടി ഒന്നാണെങ്കിൽ ആ അജ്ഞാനത്തെ നശിപ്പിക്കാൻ ഒരു വഴിയുണ്ട്. കാരണം തനിക്കവിടെ പോയി അജ്ഞാനത്തെ നശിപ്പിക്കാൻ കഴിയത്തില്ല. താൻ ബോധത്തോടുകൂടി ഇരിക്കുന്ന ഇവിടെയാണ്. ബോധം കൊണ്ടാണ് അവനെ നശിപ്പിക്കേണ്ടത്. തന്റെ ബോധം എത്താത്ത ഒരു സ്ഥലത്ത് അജ്ഞാനം ഇരുന്നു കഴിഞ്ഞാൽ ആ അജ്ഞാനത്തെ എങ്ങനെ നശിപ്പിക്കും? അല്ലേ? ഈ വെളിച്ചം എത്താത്ത സ്ഥലത്തിരിക്കുന്ന ഇരുളിനെ ഈ വെളിച്ചത്തിനെങ്ങനെ നശിപ്പിക്കാൻ പറ്റും? എത്ര വലിയ വെളിച്ചമായിക്കൊള്ളട്ടെ, സൂര്യന്റെ പ്രകാശമായിക്കൊള്ളട്ടെ, ആ പ്രകാശത്തിന് പറയുമല്ലോ പ്രകാശവർഷം, അതിനും അപ്പുറമുള്ള ഇരുളിനെ ആ പ്രകാശങ്ങൾ എങ്ങനെ നശിപ്പിക്കും? അസംഭവമായി തീരും. അതുകൊണ്ടെല്ലാം ജ്ഞാനാജ്ഞാനങ്ങളെല്ലാം ഇവിടെ തന്നെ. അജ്ഞനും ജ്ഞാനിയുമെല്ലാം ഈ ജാഗ്രത. ജ്ഞാനം സർവത്ര, അതിന് പക്ഷഭേദമില്ല. ജാഗ്രതെന്നോ സ്വപ്നമെന്നോ സുഷുപ്തിയെന്നോ. അതുകൊണ്ടാണ് പറയുന്നത് യാ സംവിത് ഉജ്ജൃംഭതേ, ഏതൊരു സംവിത്താണോ പ്രകാശ